Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Propwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. Yeah. If the Earth suddenly contracts to half its radius, what will be the length of a day? എന്താണ് എർത്ത് ഇപ്പൊ കറണ്ട് ഒരു റേഡിയസ് ഉണ്ട്, അതിന്റെ ഹാഫ് ആയിട്ട് പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡേയിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം 24 hours ആണ് ഇപ്പൊ കറണ്ടിൽ ഉള്ളത്. അപ്പൊ അത് എത്രയായിട്ട് കുറയും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സോ എന്താണ് നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് R2 is equal to R1 divided by N. ഓക്കെ, അപ്പൊ എന്താണ് അതേപോലെ തന്നെ അതുകൊണ്ട് എന്താണ് T2 is equal to T1 divided by N square. ഇവിടെ R എന്ന് പറയുന്നത് റേഡിയസ് ആണ്, T2 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എ ഡേ. അപ്പോൾ ഇവിടെ N എന്ന് പറയുന്നത് എന്താണ് 2 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഹാഫ് ഇറ്റ്സ് റേഡിയസ് ആണ് പറയുന്നത്. അപ്പൊ ഈ N എന്ന് പറയുന്നത് ലൈക്ക് നമ്മളിപ്പോ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1/2, ദാറ്റ് ഈസ് അപ്പൊ N നമ്മൾ 2 ആണ് കൊടുക്കേണ്ടത്. 1/3 ആണെന്നുണ്ടെങ്കിൽ N is equal to 3 ആണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ N നമ്മൾ 2 കൊടുക്കും. അപ്പോൾ T2 is equal to T1 divided by N square. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വന്നാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. T2 is equal to T1 divided by N square. അപ്പോ T1 ഓൾറെഡി നമുക്കറിയാം 24, അത് ഡിവൈഡഡ് ബൈ N square ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് എ ഡേ ഈസ് 6 hours നമുക്ക് കിട്ടും. അപ്പോൾ എർത്തിന്റെ റേഡിയസ് ഹാഫ് ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് എ ഡേ 6 hours ആവും. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻ 2 ദാറ്റ് ഈസ് 6 hours ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത എന്താണ് electrons are accelerated by 344 volts and reflected from the crystal. The first reflection maximum occurs when glancing angle is 30 degree. What will be the value of interplanar spacing of a crystal? നമുക്കിവിടെ കാണേണ്ട എന്താണ് ഇന്റർപ്ലാനാർ സ്പേസിങ്. ക്രിസ്റ്റലിന്റെ ഇന്റർപ്ലാനാർ ഒരു പ്ലെയിൻസ് ആയിട്ടാണല്ലോ ഉണ്ടാവുക, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഇന്റർപ്ലാനാർ സ്പേസിങ് D ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ H ഓൾറെഡി നമുക്കറിയാം, മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം. പിന്നെ ഗ്ലാൻസിങ് ആംഗിൾ 30 ഡിഗ്രി തന്നിട്ടുണ്ട്, 344 വോൾട്ട് നമുക്ക് തന്നിട്ടുണ്ട്, ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്ത വോൾട്ടേജ്, പിന്നെ ഫസ്റ്റ് റിഫ്ലക്ഷൻ മാക്സിമം ഒക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് N നമുക്ക് 1 ആയിട്ട് കൺസിഡർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ എന്താണ് ഡിബ്രോയി വേവ് ലെങ്ത് നമുക്ക് ഓൾറെഡി കാണാൻ അറിയാം, h/√2me ആണ്. ലാംഡ ഈസ് ഇക്വൽ ടു h/√2me. അപ്പൊ ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടും 0.66 into 10⁻⁻10 മീറ്റേഴ്സ് നമുക്ക് കിട്ടും. ഫൈൻ. ഇനി ബ്രാഗ്സ് ലോ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും 2d sin θ is equal to n ലാംഡ നമുക്കറിയാം ആണല്ലോ. അപ്പൊ അവിടുന്ന് നമുക്ക് എങ്ങനെയാണ് D കാണാൻ പറ്റും. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപ്ലാനർ സ്പേസിങ്. സോ D is equal to n ലാംഡ divided by 2 sin θ. θ എന്ന് പറയുന്നത് ഗ്ലാൻസിങ് ആംഗിൾ ആണ്, 30 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. സോ n ലാംഡ, n നമുക്ക് അറിയാം 1 ആണ്, ബിക്കോസ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ദ ഫസ്റ്റ് റിഫ്ലക്ഷൻ മാക്സിമം ഒക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ n is equal to 1 ആണ്. അപ്പൊ ലാംഡ ഡിവൈഡ് ബൈ 2 sin θ, D is equal to 0.66 into 10⁻⁻10 നമുക്ക് കിട്ടും. സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ ഇത് എത്രാമത്തെ ഓപ്ഷൻ ആണ്? ഓപ്ഷൻ നമ്പർ 2, ദാറ്റ് ഈസ് 0.66 into 10⁻⁻10 മീറ്റർ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിൽ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, ഒന്ന് അസേർഷനും അതിന്റെ റീസൺ. അപ്പൊ ഈ അസേർഷന്റെ കറക്റ്റ് റീസൺ ആണോ ഈ റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് അസേർഷൻ എന്താ നമുക്ക് നോക്കാം. A given vector f is irrotational, that is del cross f is equal to 0. Curl of f is equal to 0. Okay, അപ്പൊ അതിന്റെ റീസൺ എന്താ കൊടുത്തിരിക്കുന്നത്? The vector f is conservative. അപ്പൊ അത് കറക്റ്റ് ആണോ? യെസ്, ഇറ്റ്സ് കറക്റ്റ്. അതെന്താണ് നമുക്ക് ഓൾറെഡി അറിയാം, ഇറോട്ടേഷണൽ ഫീൽഡ് ഒരു വെക്ടർ ഇറോട്ടേഷണൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കേൾ എപ്പോഴും 0 ആണെന്ന് നമുക്കറിയാം ഒബ്വിയസ്ലി. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം ഒരു വെക്ടർ എഫ് ഏതെങ്കിലും ഒരു വെക്ടർ കൺസർവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് അതിന്റെ കേൾ 0 ആവണം എന്നുള്ളത്. സോ ഒരു വെക്ടർ എഫ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഡെൽ ക്രോസ് എഫ് 0 ആയത്. അതുകൊണ്ടാണ് നമുക്കതിനെ ഇറോട്ടേഷണൽ എന്ന് പറയാൻ പറ്റുന്നത്. സോ ഇത് കാരണം കൊണ്ടാണ് ലൈക്ക് ഇറോട്ടേഷണൽ ആയത്, കൺസർവേറ്റീവ് ആയതുകൊണ്ടാണ് ഇത് ഇറോട്ടേഷണൽ ആയത്. സോ ഈ പറഞ്ഞ അസേർഷന്റെ പ്രോപ്പർ റീസൺ ആണ്
ഈ ആർ എന്ന് ലൈക്ക് ദ വെക്ടർ എഫ് ഈസ് കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഓപ്ഷൻ 1, ദാറ്റ് ഈസ് ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ഒബ്വിയസ്ലി, ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. ഇഫ് ആർ ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് എനി പോയിന്റ് ഓൺ എ സർഫസ് എസ് ദാറ്റ് എൻക്ലോസസ് ദ വോളിയം വി, ദെൻ എന്താണ് ഡബിൾ ഇന്റഗ്രൽ ആർ ഡോട്ട് ഡി എസ് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ, ദാറ്റ് ഈസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. അപ്പൊ എന്താണ് ഡൈവേർജൻസ് ഓഫ് ആർ ആണ് നമുക്ക് കണ്ടത്. ഡൈവേർജൻസ് ഓഫ് ആർ എന്താണ് 3 ആണ് അല്ലെ. ഡൈവേർജൻസ് ഓഫ് ആർ 3 ആണ്. സോ നമ്മുടെ ഓപ്ഷൻ 3 ഗോസ് ഡൈവേർജൻസ് തിയറം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 3 വോൾട്ട് ആണ്. സോറി, വോളിയം എന്ന് പറയുന്നത് 3 വോൾട്ട് ആണ്. ഓക്കെ, ഇതില് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അതായത് ഡൈവേർജൻസ് ഓഫ് ആർ നമുക്ക് അറിയുന്നതാണ്. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ നമ്മൾ ഡൈവേർജൻസ് എടുത്തു കഴിഞ്ഞാൽ 3 ആണ് ആൻസർ കിട്ടുക. നമ്മുടെ ഗോസ് ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്തിട്ട് ഇതിൽ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3v കിട്ടും. അതായത് 3 ഇൻ യൂണിറ്റ്സ് ഓഫ് വി, ലൈക്ക് ഏത് യൂണിറ്റും ആണ് വോളിയം. ഓക്കെ, വോളിയത്തിന്റെ യൂണിറ്റിൽ. സോ അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ അതിന്റെ കറക്റ്റ് ഓർഡറിൽ നമ്മൾ ആക്കാണ് വേണ്ടത്. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ ചാർജ് ഡിറ്റർമിൻഡ് ഇൻ വിച്ച് കേസ് which reveals that the charge is quantized when the experiment was repeated for a number of times was an integral multiple of elementary charge. So നമുക്ക് കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ when the experiment was repeated for a number of times it was found that the charge determined in each case was an integral multiple of elementary charge which reveals that the charge is quantized. So ഇവിടെ quantization of charge നെ ലൈക്ക് എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത്. സോ എന്താണ് ഇത് നമ്മൾ ലൈക്ക് നമ്പർ ഓഫ് ടൈംസ് എക്സ്പെരിമെന്റിനെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എന്താണ് ചാർജ് ഡിറ്റർമിൻ ചെയ്ത സമയത്ത് ചാർജ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എലമെന്ററി ചാർജ് ആണെന്ന് നമുക്ക് കിട്ടി. സോ ഒബ്വിയസ്ലി നമുക്ക് പറയാൻ പറ്റും ചാർജ് ക്വാണ്ടൈസ്ഡ് ആണെന്നുള്ളത്. സോ അത് അത്രേ ഉള്ളൂ. സോ CADB ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. So next question എന്താണ്? The Lissajous figure may be straight line if the phase difference is 0 or pi, pi by 4, pi by 2, pi by 3. So Lissajous figure എപ്പോഴും straight line എപ്പോഴാണ് ആവുക? Obviously phase difference 0 അല്ലെങ്കിൽ 180 ഡിഗ്രി ആവുന്ന സമയത്താണ് അതൊരു straight line നമുക്ക് Lissajous figureൽ കിട്ടുക. നമ്മുടെ ആൻസർ എന്താണ്? 0 or pi. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് an infinite long wire is stretched horizontally 4 meters above the surface of Earth. It has a charge of 1 microcoulomb per centimeter of its length. The value of electric field at a point on Earth vertically below the wire is. എന്താണ് നമ്മൾ ഒരു ഇൻഫൈനൈറ്റ് ലോങ് വയർ തന്നിട്ടുണ്ട്. അത് എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു 4 മീറ്റർ മുകളിലോട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിലെന്താണ് ഒരു 1 മൈക്രോകുളം പെർ സെന്റിമീറ്റർ ചാർജ് ഉണ്ട്. നമുക്ക് എന്താ കാണേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല എന്താണ്? E is equal to 2k lambda by r. K എന്ന് പറയുന്നത് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. ലാംഡ എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഫ്രം വയർ. നമുക്ക് എവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണോ വേണ്ടത് വയർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ നമുക്ക് ഇതിൽ ലാംഡ നമുക്കറിയാം ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. നമുക്ക് 1 മൈക്രോകുളം പെർ സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. സോ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ലാംഡ ഈസ് ഈക്വൽ ടു 10⁻⁻⁴ കുളം പെർ മീറ്റർ കിട്ടും. പിന്നെ R 4 മീറ്റർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. K എന്താണ് 9 × 10⁻⁹ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം 1/4πε0. K അത് എന്താണ് E is equal to നമ്മുടെ ഫോർമുലയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ E is equal to 2 × 9 × 10⁻⁹ × 10⁻⁴ divided by 4. That is 4.5 × 10⁵ ന്യൂട്ടൺ പെർ കുളം. ഇതാണ് നമ്മുടെ ആൻസർ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 4 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോറി, ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. 4.5 × 10⁵ ന്യൂട്ടൺ പെർ കുളമ്പാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് 5 Carnot engines
operated between reservoir temperatures of 100 Kelvin and 500 Kelvin, 200K, 500K, അങ്ങനെ 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതെന്താണ്, ഈ എൻജിൻസിന്റെ ഒക്കെ ഡിക്രീസിങ് എഫിഷ്യൻസീസിൽ അറേഞ്ച് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എഫിഷ്യൻസി കാണാനുള്ള ഓപ്ഷൻ ലൈക്ക് ഫോർമുല എന്താണ്, എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1 ആണ് നമ്മുടെ എഫിഷ്യൻസി കാണാനുള്ള ഫോർമുല. ഓക്കെ, അപ്പോ T2 എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 100ഉം T1 എന്ന് പറയുന്നത് 500. അതേപോലെ എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് പോകും. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിനും നമുക്ക് എഫിഷ്യൻസി കിട്ടും. സോ ഫസ്റ്റ് കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി എത്രയാണ്, 0.8, സെക്കൻഡിന്റെ 0.6, 0.2, 0.75, 0.5. സോ ഇതിന്റെ ഡിക്രീസിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ A, D, B, E, C ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് ഓർഡർ. അതേതാണ്, ഓപ്ഷൻ നമ്പർ 2, A, D, B, E, C ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ.